അഭിജിത്ത്. അതുകൊണ്ട് അഭിജിത്ത് എനിക്ക് തോന്നുന്നു റീൽസിൽ വിശ്വാസമുണ്ടാകില്ല. റിയലായി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരിക്കും അഭിജിത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ഭാരവാഹിത്വ പട്ടിക പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ മുൻ KSU സംസ്ഥാന അധ്യക്ഷനായ KM അഭിജിത്ത് പുറത്താണ്. അഭിജിത്തിന് വേണ്ടി ഒരു അഭിജിത്ത് അനുകൂല പ്രചരണമാണ് വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം ഉപരിയായിട്ട് ഇപ്പോൾ MP-മാർ തന്നെ അഭിജിത്തിന് വേണ്ടി ഡൽഹിയിൽ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ MK രാഘവൻ കോഴിക്കോട് MP നമ്മോട് ചേരുകയാണ്. എന്തായിരിക്കും ഈ അഭിജിത്തിനെ ഇങ്ങനെ ഒഴിവാക്കിയതായിട്ട് ഒരു കാരണം? കാരണം എന്താണെന്ന് അറിയില്ല. പക്ഷേ അർഹതക്കുള്ള അംഗീകാരം കൊടുത്തില്ല, അതാണ് സത്യം. അഭിജിത്തിനെ പോലെയുള്ള വളർന്നു വരുന്ന ഏറ്റവും ക്യാരക്ടറുള്ളൊരു ചെറുപ്പക്കാരൻ, KSUവിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ സമരങ്ങൾ നോക്കിയാൽ മതി, ഏറ്റവും കൂടുതൽ പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങിയ ഒരു ചെറുപ്പക്കാരനാണ് ശ്രീ അഭിജിത്ത്. അതുപോലെ എത്രയോ കേസുകൾ അദ്ദേഹത്തിന് പേരിലുണ്ട്, ഈ സമരങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ. പക്ഷെ ന്യായമായും സ്വാഭാവികമായും ആദ്യം പരിഗണിക്കപ്പെടേണ്ട പേര് അഭിജിത്തിൻ്റെതായിരുന്നു. എന്തുകൊണ്ട് സംഭവിച്ചത് എനിക്കറിയില്ല, എന്താണ് കാരണം. പക്ഷേ അഭിജിത്തിനെ പോലുള്ള ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് അഭിജിത്ത് 24/7 അഭിജിത്ത് അങ്ങനെ കഷ്ടപ്പെട്ട് വളർന്നു വന്നിട്ടുള്ള ഒരു യുവ നേതാവാണ്. അതുകൊണ്ട് അഭിജിത്തിനെ ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ MP-മാരായ ഞങ്ങൾ എല്ലാവരും ഇന്നലെ ICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കണ്ടു, സംസാരിച്ചു. അതുപോലെ ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ കാണാനിരിക്കുകയാണ്. അഭിജിത്തിനെ എന്തായാലും ഉൾപ്പെടുത്തിയേ പറ്റൂ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. അത് മാനിക്കപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ക്യാമ്പയിനിൽ ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നിയത് റീൽ എടുക്കുന്നതല്ല, റിയൽ ലീഡറാണ് അഭിജിത്ത് എന്നാണ്. ഈ റീലും റിയലും വലിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ കാണുന്ന ഒരു 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 പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണെങ്കിൽ പോലും പലപ്പോഴും റീലിൻ്റെ പിന്നാലെ പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ റിയൽ ഏതാണ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ നേതൃത്വം തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം താഴെത്തട്ട് മുതൽ ബന്ധമുള്ള ഒരു ചെറുപ്പക്കാരാണ് അഭിജിത്ത്. അഭിജിത്ത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോട് ഫുൾ ടൈം കോഴിക്കോടാണ്. അതുപോലെ കോഴിക്കോടിൻ്റെ ചുറ്റുമുള്ള ജില്ലകളിലെല്ലാം നിരന്തരം പോകുന്നൊരു ചെറുപ്പക്കാരനാണ്. എല്ലാവർക്കും വലിയ പ്രതീക്ഷയുള്ള ചെറുപ്പക്കാരനാണ്. കാരണം വളരെ ആർജവമുള്ള ഒരു ചെറുപ്പക്കാരൻ, സത്യസന്ധനായ ചെറുപ്പക്കാരൻ. ഇപ്പോൾ ചെറുപ്പക്കാർക്കെല്ലാം വലിയ വിശ്വാസമുള്ള, പ്രതീക്ഷയുള്ള ഒരു ലീഡർഷിപ്പാണ് സത്യം പറഞ്ഞാൽ അഭിജിത്ത്. അതുകൊണ്ട് അഭിജിത്ത് എനിക്ക് തോന്നുന്നു റീൽസിൽ വിശ്വാസമുണ്ടാകില്ല. റിയലായി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരിക്കും അഭിജിത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഷാഫി പറമ്പലിന് ശേഷം അഭിജിത്ത് അടുത്തൊരു പ്രോമിസിങ് ലീഡറായി ഉയർന്നു വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ മുമ്പ് കണ്ടിരുന്നത്. എവിടെ വെച്ചിട്ടാണ് ഇത് പിഴച്ചു പോയത്? അതായത് ഏതെങ്കിലും ഒരു നേതാവിൻ്റെ നോമിനികളാണോ പിന്നീട് വരുന്നത്? ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അഭിജിത്ത് വളരെ ഒരു സാധാരണ കുടുംബത്തിലെ അംഗമാണ്. അഭിജിത്ത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അഭിജിത്തിന് ഇത്തരം റീൽസുമായി ബന്ധപ്പെട്ട ഒന്നും അറിയില്ല. അങ്ങനെ അഭിജിത്ത് അങ്ങനെ ഒരു നേർക്കുനേരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളെന്ന നിലക്ക് മറ്റു മാർഗങ്ങളൊന്നും അഭിജിത്തിന് അറിയില്ല എന്നെൻ്റെ വിശ്വാസം. അപ്പോൾ ചിലപ്പോൾ നോമിനികളായിരിക്കാൻ വന്നിട്ടുണ്ടാവുക, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഏതായാലും വന്ന ലിസ്റ്റ് വെച്ച് നോക്കിയാൽ ആദ്യത്തെ പേര് വരേണ്ടത് അഭിജിത്തിൻ്റെ പേരായിരുന്നു. അതുകൊണ്ട് അത് നേതൃത്വം ഇടപെട്ട് അഭിജിത്തിനെ ഉൾപ്പെടുത്തും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഏതായാലും ഞങ്ങളുടെ അഭിപ്രായം ഇന്നലെ സംഘടനാ ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ കേരളത്തിൽ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വരുന്ന ഫോണുകൾക്ക് കയ്യും കണക്കുമില്ല.
വ്യാപകമായി. അതിൽ വേറെ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ വേറെ ഒന്നും അതിൻ്റെ അകത്തില്ല. അതിന് പുറമേ ഇത് രാഷ്ട്രീയമില്ലാത്ത ആളിനും വിളിക്കുകയാണ്. എന്താണ് ഇയാൾ ഒഴിവാക്കാൻ കാരണം? അപ്പോൾ അർഹതക്കുള്ള അംഗീകാരം കൊടുത്തേ പറ്റൂ, അതാരാണെങ്കിലും. അത് കൊടുക്കാനുള്ള ഒരു നേതൃത്വപരമായ തീരുമാനം ഡൽഹിയിൽ ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, സാധാരണ കോൺഗ്രസിൻ്റെ ഒരു സംഘടനയിലുണ്ടാകുന്ന വലിയൊരു വിമർശനമാണ് പലപ്പോഴും അകത്തുനിന്നും പുറത്തുനിന്നും ഉണ്ടാകാറുള്ളതാണ്, ഈ പെട്ടിയെടുപ്പുകാർക്ക് മാത്രമാണ് കൂടുതൽ പദവികൾ കിട്ടുക എന്ന്. ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? എനിക്കതൊന്നും അറിയില്ല. ഞാൻ അതിൻ്റെ പുറകെ ഞാൻ പോയിട്ടില്ല, എനിക്കറിയില്ല. അത് എങ്ങനെയൊക്കെ കിട്ടിയെന്ന് എനിക്കറിയില്ല. ഏതായാലും കുറേ ആളുകൾക്ക് കിട്ടി, പക്ഷെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഏതാണ് മാനദണ്ഡം എന്താണെന്നറിയില്ല, അതും എനിക്കറിയില്ല. കാരണം എങ്ങനെയാണ് ഈ ആളുകളൊക്കെ വന്നു ചേരുന്നത് എനിക്കറിയില്ല. എങ്ങനെയാണ് ഇവർക്കൊക്കെ സ്ഥാനമാനം കിട്ടുന്നത് എനിക്കറിയില്ല. അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ലിസ്റ്റ് വന്നു, കുറേ ആളുകൾ വന്നു, പക്ഷെ വരേണ്ട ആൾ വന്നില്ല എന്നുള്ളതാണ് അതിൽ സത്യം. ഈ TV ചർച്ചയിലെ മികച്ച പെർഫോമൻസിനൊരു ഘടകമാണോ? ഞാനൊരു കാര്യം പറയാം. ഇതിൻ്റെ അകത്ത് ആലോചിക്കേണ്ടത്, ഈ TV ചർച്ചയും അല്ലെങ്കിൽ അതുപോലെ തന്നെ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം രണ്ടും രണ്ടാണ്. ഈ TV ചർച്ച എന്ന് പറയുന്നത് അതിൻ്റെ ലൈഫ് എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ജനബന്ധമെന്ന് പറയുന്നത് ശാശ്വതമായി നിലനിർത്തുന്നതാണ്. അതാണ് ഒരു പാർട്ടിയെ സംബന്ധിച്ചും ലീഡർഷിപ്പിനെ സംബന്ധിച്ചും ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് TV ചർച്ച കൊണ്ട് മാത്രം പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. TV ചർച്ച വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിലുപരിയാണ് ജനങ്ങളുമായിട്ടുള്ള ബന്ധം. ജനങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഏതിനെയും എന്തിനേയും ശക്തിപ്പെടുത്താനും ദുർബലപ്പെടുത്താനും കഴിയൂ. ജനങ്ങൾ തന്നെയാണ് ശക്തി അടിസ്ഥാനം. അതുകൊണ്ട് ജനങ്ങളെ മറന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്താൽ ഒരു സംശയം വേണ്ട, അതിൻ്റെ തിരിച്ചടി വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ ഒരു കോക്കസ് ഉണ്ടെന്നും ആ കോക്കസിൽ പെടാത്തതാണ് അഭിജിത്തിന് വിനയായത് എന്നുള്ള ഒരു വർത്തമാനമുണ്ട്. അതിൽ വിശ്വസിക്കുന്നുണ്ട്? ഇപ്പോൾ ഞാനെന്താ അതിനെക്കുറിച്ച് പറയാം? കാരണം എന്തുകൊണ്ട് സംഭവിച്ചു എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് സംഭവിച്ചത് എനിക്കറിയില്ല. കുറേ കൂടി നേതൃത്വത്തിന് യാഥാർത്ഥ്യബോധം ഉണ്ടാകുന്നത് നന്നായിരിക്കും. കൊള്ളാവുന്ന ആളുകളെ, കഴിവുള്ള ആളുകളെ ഉൾക്കൊണ്ടാൽ മാത്രമേ പാർട്ടിയിലേക്ക് പുതിയ ആൾ കടന്നു വരും, പാർട്ടി ശക്തിപ്പെടുത്താൻ സാധിക്കും. അതല്ലാതെ അവരൊക്കെ ഒഴിവാക്കി പോകുന്നൊരവസ്ഥ വന്നാൽ പാർട്ടി ദുർബലമാകും, തർക്കം വേണ്ട. അതുകൊണ്ട് എന്താണ് അതിൻ്റെ കാരണം, ഘടകം എന്ന് എനിക്കറിയില്ല. ഞാൻ അതിലേക്ക് കടക്കുന്നുമില്ല. അപ്പോൾ ഈ നേരത്തെ MK രാഘവൻ പറഞ്ഞ പോലെ തന്നെ ഈ ജനബന്ധമുള്ള ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ സംഘടനാ ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഈ 2026 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുമോ? അല്ല, എല്ലാവരും ഉൾക്കൊണ്ട് പോകുന്നതാണ് ലീഡർഷിപ്പിന് ഏറ്റവും നല്ലത്. എല്ലാവരും ഉൾക്കൊള്ളുക. എല്ലാവരും ഉൾക്കൊണ്ടാൽ മാത്രമേ പാർട്ടി ശക്തിപ്പെടൂ, ജനമധ്യത്തിൽ പാർട്ടിക്ക് അംഗീകാരം ഉണ്ടാകൂ. ഈ ജനങ്ങളതെല്ലാം ഇത് നോക്കിക്കാണുകയാണ്. ഈ ലീഡർഷിപ്പിനേക്കാളും ഏറ്റവും കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നവരാണ് ജനങ്ങൾ. അവരെല്ലാം നോക്കിക്കാണുകയാണ് എന്താ സംഭവിക്കുന്നത്, എവിടെയാണ് പാളിച്ച. അപ്പോൾ ഇതൊക്കെ ജനങ്ങളെ മറന്ന് പ്രവർത്തിച്ചാൽ ജനങ്ങൾ നമ്മളെയും മറക്കും എന്നാണ് എൻ്റെ വിശ്വാസം സമയം വരുമ്പോൾ. അതുകൊണ്ട് അതിന് അവസരം ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവസാനമായി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ 40 കേസുകളിലധികമാണ് ഒരു മർദ്ദനം ഉൾപ്പെടെയുള്ള ഏറ്റുവാങ്ങിയത്. അതെല്ലാം സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അഭിജിത്തിന് ഉണ്ടായതാണെന്നാണ് നമ്മൾ ഈ ഒരു ക്യാമ്പയിനിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഈ അഭിജിത്തിന് ഈ ദേശീയ നേതൃപദവിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ളൊരു പ്രവർത്തനങ്ങളായിരിക്കും ഇനി, അഥവാ എത്തിയില്ലെങ്കിൽ എന്തായിരിക്കും ഇനി MPമാരുടെ ഭാഗത്തുനിന്നുണ്ടാവുക? അല്ല, ഞങ്ങൾ ഏതായാലും അതിനു വേണ്ടി എല്ലാവരും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും എല്ലാവരും കേരളത്തിലെ എല്ലാ MPമാരും അതിൽ രണ്ട് അഭിപ്രായമില്ല. അതിനകത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ വിശ്വാസം അത് പരിഹരിക്കപ്പെടും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം പരിഹരിക്കപ്പെടേണ്ടതാണ്.
കാരണം ഈ അഭിജിത്തിനെ പോലുള്ള മാറ്റി നിർത്തുന്നത് അത് ആളുകൾ ജനങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ ജനസമൂഹം എന്ന് പറയുന്നത് നിസ്സാരമല്ല. അവരാണ് അന്തിമ തീരുമാനം. അവരെല്ലാം കൃത്യമായി നോക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അഭിജിത്തിനെ ഉൾപ്പെടുത്തും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ആദ്യം എം കെ രാഘവൻ വാദിച്ചിരുന്ന ആദ്യം ശശി തരൂരിന് വേണ്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഏകദേശം അദ്ദേഹത്തിനെ കൈവിട്ട അവസ്ഥയിലാണ്. ഈ ഒരു അവസ്ഥ തന്നെ അഭിജിത്തിന് ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടോ? അല്ല, ഇതിനെ സംബന്ധിച്ച് ഇപ്പം ഞാനൊരു അഭിപ്രായം പറയുന്നില്ല. അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. ഏതായാലും അഭിജിത്തിന് വേണ്ടിയുള്ള ഒരു വാദം വളരെ ശക്തമാക്കിയിരിക്കുകയാണ്. കാര്യം ഒരു ചെറുപ്പക്കാരന് വേണ്ടി എം പിമാർ ഇത്ര കൂട്ടത്തോടെ ഇറങ്ങുകയും ഹൈക്കമാൻഡിലും സംഘടനാ ജനറൽ സെക്രട്ടറിയിലും യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷനെയൊക്കെ സമീപിക്കുന്നത് ഒരു സമീപകാല കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അഭിജിത്തിൻ്റെ ഒരു പദവി കേവലം ഒരു വ്യക്തിയെ അവിടെ സ്ഥാപിക്കുക മാത്രമല്ല, ജനബന്ധമുള്ള അർഹതയുള്ള നേതാവിനെ കൊണ്ടുവരിക എന്ന് തന്നെയാണ് ഇവരുടെ ലക്ഷ്യമെന്നാണ് എം പിമാർ നമ്മോട് പറയുന്നത്. അതുൽ ചന്ദ്രനൊപ്പം ഡി ധനസുമോത്, മീഡിയ 1, ഡൽഹി.